എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ബെറ്റർ വാച്ച് ഔട്ട് എന്ന മൂവിയിലെ സ്റ്റോറിയാണ്. ഒരു 19 വയസ്സുള്ള പെൺകുട്ടി 12 വയസ്സുള്ള ഒരു സൈക്കോ ആയ ആൺകുട്ടിയെ നോക്കാനായിട്ട് പോകുന്നതാണ്. ആ ആൺകുട്ടിക്ക് അവളോട് പ്രണയം തോന്നുകയും അവളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ പയ്യൻ അവൾക്ക് 2 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ കൊല്ലുകയും ചെയ്യുന്നു. എങ്കിൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ മൂവിയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഇതിലെ ഹീറോയിനായ ആഷ്ലി ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. ആഷ്ലിക്ക് ഇപ്പോൾ 19 വയസ്സ് പ്രായമുണ്ട്. അവളുടെ ജോലി ആയപ്പണിയാണ്. പ്രായമുള്ളവരെയോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുക, ഇങ്ങനെയുള്ള ജോലിയായിരുന്നു അവൾക്ക്. എന്നാൽ ആഷ്ലി ഇപ്പോൾ നോക്കാൻ പോകുന്നത് 12 വയസ്സുള്ള ഒരു കുട്ടിയെയാണ്. ലൂക്ക് എന്നാണ് അവൻ്റെ പേര്. പിന്നെ കാണിക്കുന്നത് ആ 12 വയസ്സുകാരനായ ലൂക്കിൻ്റെ വീട്ടിലാണ്. ലൂക്കും അവൻ്റെ ഫ്രണ്ട്സും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൂക്ക് പറയാണ്, ആ വേലയ്ക്ക് വരുന്ന ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം. അവൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പറയാണ്, ഈ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത് എത്ര സിമ്പിളാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ചിട്ടിരിക്കുകയാണ്, ലൂക്കും അവൻ്റെ ഫ്രണ്ട്സും. പിന്നെ അടുത്തത് കാണിക്കുന്നത് ആഷ്ലി ലൂക്കിൻ്റെ വീട്ടിൽ വരുന്നതാണ്. അവിടെ ലൂക്കിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ ലൂക്കിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആഷ്ലിക്ക്. അതിനുശേഷം ഒരു പെൻസിലെടുത്ത് ലോക്കിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഈ പെൻസിൽ താഴെ വീണാൽ ലൂക്ക് എഴുന്നേറ്റ് എന്നാണ് അർത്ഥം. അവനെ നല്ല രീതിയിൽ നീ നോക്കണം, അവന് ആവശ്യമുള്ളതെല്ലാം നീ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മയും അച്ഛനും അവിടെ നിന്ന് പോകും. ഇപ്പോൾ ആഷ്ലിയും ലൂക്കയും ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. അപ്പോൾ അവൻ ലൂക്ക പറഞ്ഞു, നമുക്ക് TV കണ്ട് എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിക്കുകയാണ്. അവൾ പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മോൻ എന്നെ വിളിച്ചാൽ മതി, എനിക്കൊരു അർജൻറ്റായിട്ട് ഒരാളെ ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ആഷ്ലി ഫോൺ എടുത്ത് അവളുടെ ലവറിനെ വിളിക്കാൻ പോവാണ്. അവർ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ അവൻ ലൂക്ക ഒളിഞ്ഞു നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ആ സമയത്ത് എന്തൊക്കെയോ ആവുന്നുണ്ട്. കാരണം ലൂക്കിനോട് അവൾ ഒന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. ഫുൾ ടൈം അവൾ അവളുടെ ലവറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലൂക്ക താൻ വലിയ കുട്ടിയാണെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ കുടിച്ച് ബാക്കി വെച്ച മദ്യം എടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ട ആഷ്ലി ഓടി വന്ന് അത് വാങ്ങി കളയാൻ പോയി. അപ്പോൾ അവളുടെ ലവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ലവർ അവളോട് ചോദിച്ചു, ഞാൻ രാത്രി വിളിച്ചാൽ നീ ഫോൺ എടുക്കുമോ? അപ്പോൾ അവൾ പറഞ്ഞു, രാത്രിയൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അത് കേട്ട് അവളുടെ ലവർ ഫോൺ കട്ട് ചെയ്തു. അവൾക്കാകെ ദേഷ്യം പിടിച്ചു. അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചു. ബാക്കി വന്ന മദ്യം എടുത്ത് അവൾ ഇങ്ങനെ കുടിച്ചു. ഇത് ലൂക്ക കാണുന്നുണ്ടായിരുന്നു. ലൂക്ക ഓടി വന്ന് പറയും, എന്നോട് മദ്യക്കുപ്പി വാങ്ങി വെച്ച് നീ ഒറ്റയ്ക്ക് കഴിക്കുകയാണല്ലേ, ഞാൻ അമ്മ വന്നിട്ട് ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നതൊക്കെ ഞാൻ അമ്മ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലൂക്ക ആഷ്ലിയോട് പറയും. അപ്പോൾ ആഷ്ലി പറഞ്ഞു, ഞാൻ കുടിച്ച കാര്യം നീ പറയുകയാണെങ്കിൽ നീ കുടിച്ച കാര്യം ഞാനും പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ആഷ്ലി പറയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറയും. എന്നപ്പോൾ അവൻ പറഞ്ഞു, ആ എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ നീ ഓർഡർ ചെയ്തോ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഒരു ഹൊറർ മൂവി കാണുകയാണ്. അപ്പോൾ ആരോ ബെല്ലടിച്ച് അവർ പോയി നോക്കിയപ്പോൾ അവിടെ പിസ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ പിസയൊക്കെ കഴിച്ച് വീണ്ടും പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആഷ്ലി പെട്ടെന്ന് ലൂക്കിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച്, അവൾക്ക് പേടിച്ചിട്ട്, പ്രേതത്തിനെ കണ്ട് പേടിച്ചിട്ട് ആഷ്ലി ലൂക്കിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവൻ ആ സമയത്ത് അവളോട് എന്തൊക്കെയോ തോന്നും. അവളുടെ കൈ അവൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എന്തൊക്കെയോ തോന്നും. അവൻ അവളെ കീറി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞു, നീ എന്താണ് കാണിക്കുന്നത്, നീ ഒരു ചെറിയ കുട്ടിയല്ലേ, ഇതൊക്കെ നീ എവിടുന്നാ പഠിച്ച് എന്നൊക്കെ അവൾ കുറേ വഴക്ക് പറയും. ആ സമയത്ത് അവിടെ ഒരു ഫോൺ കോൾ വന്നു. അവളെടുത്ത് ആരാന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നിങ്ങൾ എന്താ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ കാണുന്നത് എന്ന് പറഞ്ഞ് അവൾ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുകയാണ്. അതേ സമയത്ത് ലൂക്ക പോയിട്ട് റൂമിൻ്റെ ഡോർ അടയ്ക്കുകയാണ്. ആഷ്ലി പോയി അവനെ കുറേ വിളിക്കും. എൻ്റെ ഫോണ് റൂമിലായിപ്പോയി, അതൊന്ന് എടുത്ത് താന്ന് അവൾ കുറേ വിളിക്കും. അപ്പോൾ ലൂക്ക അവിടെയുള്ള അക്വേറിയത്തിലേക്ക് അവളുടെ ഫോണ് എറിയും. വെള്ളത്തിലേക്ക് അവളുടെ ഫോൺ അങ്ങ് എറിയും. ആഷ്ലിക്കാണെങ്കിൽ പേടിയും ദേഷ്യമൊക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവൾ. ആ സമയത്ത് ഡോറിന് ആരും മുട്ടുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ ആരുമില്ല.
വീണ്ടും ഡോറിൽ തട്ടി. അവർ തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. പിന്നെ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരാൾ തള്ളിക്കയറി വരികയാണ് അകത്തേക്ക്. നോക്കിയപ്പോൾ അത് ലൂക്കിൻ്റെ ഫ്രണ്ടായിരുന്നു. അവൻ അവർക്കൊരു സർപ്രൈസ് കൊടുത്തതാണത്രേ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കാണ്. ഒരു കണ്ണാടി കല്ലെറിഞ്ഞ് പൊട്ടിക്കുന്ന ശബ്ദമായിരുന്നു അത്. ഉടനെ ഡോറ് ക്ലോസ് ചെയ്ത് ആഷ്ലി ഒരു കത്തിയൊക്കെ ആയിട്ട് മുകളിലേക്ക് പയ്യെ പയ്യെ അവർ സ്റ്റെപ്പ് കയറി പോവാണ്. അവളുടെ കൂടെ ലൂക്കും അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ 3 പേർക്കും പേടിയായതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് അവർ മുകളിലേക്ക് പോയത്. മുകളിലെ റൂമിലെത്തിയപ്പോൾ ചില്ല് മൊത്തം തറയിൽ ചിതറി കിടക്കുന്നു. അവൾ വേഗം പോയി പോലീസിനെ വിളിക്കാൻ പോയപ്പോൾ ലൈൻ കട്ടായി കിടക്കുന്നു. നേരെ ലാപ്ടോപ്പ് ഓണാക്കിയപ്പോൾ നെറ്റ്വർക്കും കട്ടായി കിടക്കുകയാണ്. അങ്ങനെ ആഷ്ലിയും ലൂക്കയും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെയാണ് അവൻ്റെ ഫ്രണ്ട്സ് ഇറങ്ങി വന്നത്. അവൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയത്, വെളിയിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നായിരുന്നു അതിൽ എഴുതിയത്. ഇത് കേട്ടുടനെ ആ ഫ്രണ്ട്സ് പുറത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ അവനെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ആഷ്ലിക്ക് പേടിയായി. അവൾ എല്ലാ ഡോറും അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവർ 2 പേരും അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ചുമരിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു കറുത്ത നല്ല വണ്ണവും പൊക്കമുള്ള ഒരു രൂപം. പേടിച്ച് വിറച്ച് 2 ആള് മുകളിലേക്ക് ഓടിക്കയറിയപ്പോൾ മുകളിൽ ഒരാൾ ഇവരെ തിരയുന്നുണ്ട്. അപ്പോൾ ലൂക്ക് അവൻ്റെ അച്ഛനൊരു ഗണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആരും പോകാത്ത ഒരു റൂമിൽ അവർ 2 പേര് ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആ റൂമിലേക്ക് ഒരാൾ കടന്നു വന്നു. മുഖംമൂടിയൊക്കെ ധരിച്ച ഒരു നല്ല പൊക്കമുള്ള ഒരാൾ. അയാളുടെ മുഖംമൂടി മാറ്റിയപ്പോൾ വേറെ ആരുമല്ല, അത് ലൂക്കിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ലൂക്ക് പറയാണ്, ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ ചെയ്തതാണെന്ന്. ആഷ്ലിക്ക് ദേഷ്യം വന്നു. അവനോട് പറയാണ്, എടാ നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇതെല്ലാം നിന്റെ മമ്മിയോട് പറയുമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ലൂക്ക് അവളൊരു ഉന്ത് കൊടുക്കും. അവൾ താഴെ വീണ് അവളുടെ ബോധം പോവും. ലൂക്കും അവൻ്റെ ഫ്രണ്ട്സും കൂടി എടുത്ത് ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആ സമയത്ത് അവിടെ നിന്ന് ബോധം വരും. ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ലൂക്ക പറയാണ്, ഞാൻ പറയും പോലെ നീ ജീവിച്ചാൽ ഇതൊന്നും നിനക്ക് സംഭവിക്കില്ലായിരുന്നു. ഞാൻ നിന്നെയും നീ എന്നെയും പ്രണയിച്ചാൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് കഴിയായിരുന്നു. ആ സമയത്ത് നീ പോയി വേറെ ആരോടോ ഫോണിൽ കൊഞ്ചല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ലൂക്ക ആഷ്ലിയോട് പറയാണ്. ആ സമയത്ത് ലൂക്ക ആഷ്ലിയോട് ചോദിക്കുകയാണ്, നമുക്കൊരു കളി കളിക്കാം. അപ്പോൾ ആഷ്ലി ചോദിക്കുകയാണ്, അതിന് നീ എന്നെ കെട്ടിയിട്ടാൽ എങ്ങനെയാ കളിക്കുക? എന്നെ അഴിച്ചുവിട്, എന്നിട്ട് നമുക്ക് കളി കളിക്കാമെന്ന് പറയും. എന്നപ്പോൾ ലൂക്ക പറയും, ഈ കളി കളിക്കാൻ നിന്നെ അഴിച്ചു വിടൊന്നും വേണ്ട. അപ്പോൾ ലൂക്ക ആഷ്ലിയോട് ചോദിക്കുകയാണ്, നീ എത്ര പയ്യന്മാരായിട്ട് രാത്രി പങ്കിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ ആഷ്ലി പറയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും വൃത്തികെട്ട പണിയൊന്നും ഞാൻ ചെയ്യില്ല, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കും ലൂക്ക. ആ സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിച്ചു. ലൂക്ക് പോയി അവിടെ വാതിലിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അതിലൂടെ നോക്കിയപ്പോൾ അത് ആഷ്ലിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൾക്ക് 2 ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരാളായിരുന്നു അവിടെ വന്നത്. ലൂക്ക ഡോറ് തുറന്നു കൊടുത്തപ്പോൾ വേഗം തന്നെ അവൻ റൂമിലേക്ക് ഇടിച്ചു കയറി. അവൻ കുറേ വിളിച്ചു, ആഷ്ലി ആഷ്ലി എന്ന് കുറേ വിളിച്ചു. ആ സമയത്ത് ലൂക്ക് അവൻ്റെ ബാക്കിൽ പോയിട്ട് ഒരു ബാറ്റ് എടുത്തിട്ട് അവൻ്റെ തലയ്ക്ക് 2 അടി കൊടുക്കും. ലൂക്ക് അടുത്ത അടി അടിക്കാൻ പോയപ്പോൾ അവൻ തടഞ്ഞു. ലൂക്കിനെ തിരിച്ച് 2 അടി കൊടുത്തു. അതിനുശേഷം ലൂക്ക് താഴെ വീണ് കിടക്കുകയാണ്. ലൂക്ക് എഴുന്നേറ്റ് വന്ന് ഒരു പെൻസിൽ എടുത്തിട്ട് അവൻ്റെ മുഖത്തൊരു കുത്തു കൊടുക്കുകയാണ്. ആ പെൻസിൽ അവൻ മുഖത്ത് നിന്ന് എടുത്ത് ലൂക്കിനെ കുത്താൻ നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഒരു ഗണ്ണെടുത്തിട്ട് അവൻ്റെ നേരെ കാണിച്ചു. ആ സമയത്ത് ലൂക്ക് വന്ന് അവൻ്റെ തലയ്ക്ക് 1 അടി കൊടുക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ ബോധവും അങ്ങനെ പോവാണ്. പിന്നെ കാണിക്കുന്നത് അവളെ കെട്ടിയിട്ട സ്ഥലത്തു തന്നെയാണ് അവളുടെ ബോയ് ഫ്രണ്ടിനെയും കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആഷ്ലി അവളുടെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ, എപ്പോഴാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അന്നപ്പോൾ ആ ബോയ് ഫ്രണ്ട് പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. അന്നപ്പോൾ ആഷ്ലി പറയും, ഞാൻ നിന്നോട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ആരോടും ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. അന്നപ്പോൾ ആ സമയത്ത് ലൂക്ക വരികയാണ്. ലൂക്ക പറയാണ്, എടാ ഞാനാണ് വരാൻ പറഞ്ഞത്, അവളുടെ ഫോണെടുത്ത് മെസ്സേജ് അയച്ചത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അവന് അകത്തേക്ക് അങ്ങ് പോവും. അതിനുശേഷം ആഷ്ലിയുടെ ഫോൺ അവൻ അക്വേറിയത്തിൽ എറിഞ്ഞിട്ടുണ്ടല്ലോ ലൂക്ക, അവൻ അത് എടുത്ത് അകത്തേക്ക് കൊണ്ടുവരും. അവനെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരുന്നു എല്ലാം ചെയ്തത്. അവൻ ഈ ഫോൺ അക്വേറിയത്തിൽ ഇട്ടത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് പാക്ക് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ഫോൺ എടുത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റിയിട്ട്
ലൂക്ക് വീണ്ടും ആഷ്ലിയുടെ മറ്റൊരു ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. എടാ, നിന്നെ കാണാതെ ആഷ്ലിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നീ വേഗം ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഷ്ലിയുടെ മറ്റേ ബോയ് ഫ്രണ്ടിനെ ലൂക്ക് വിളിക്കുകയാണ്. ആഷ്ലി ആ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആഷ്ലിയുടെ കയ്യിലൊരു ഗണ്ണുണ്ടാവും. അവൾ അതെടുത്ത് ലൂക്കിൻ്റെ നേരെ ചൂണ്ടിയിട്ട് നീ പോയി അവനെ അഴിച്ചുവിട് എന്നൊക്കെ പറഞ്ഞ് അവന് നേരെ തോക്ക് ചൂണ്ടി. ആ സമയത്ത് ഏതോ ഒരു പെയിൻറ്റിൻ്റെ പാത്രം ഉണ്ടാവും അവൻ്റെ കയ്യിൽ, ലൂക്കൻ്റെ കയ്യിൽ. അവൻ അതെടുത്ത് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ തലയ്ക്കൊരൊറ്റൊരു എയറായിരിക്കും. അവൻ്റെ തലയിൽ വന്ന് വീണിട്ട് ബ്ലഡ് വരും. ആ സമയത്ത് തന്നെ അവൻ അവിടെ നിന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ആഷ്ലിക്ക് ദേഷ്യവും പേടിയും സങ്കടമൊക്കെ വരും. അവൾ പേടിച്ച് പുറത്തേക്ക് ഓടും. ലൂക്ക പുറത്തൊരു കെണി വെച്ചിരുന്നു. ആ കെണിയിലേക്ക് ആഷ്ലി വീഴാണ്. ആ സമയത്ത് അവളുടെ ബോധം അവിടെ നിന്ന് പോവാണ്. പിന്നെ അവിടെ കാണിക്കുന്നത് ആഷ്ലിയുടെ മറ്റൊരു ബോയ് ഫ്രണ്ടിനെ ലൂക്ക വിളിച്ചിരുന്നല്ലോ, അവൻ നല്ല സന്തോഷത്തിൽ വരികയാണ്. ഇന്ന് ആഷ്ലിയുമായി രാത്രി എനിക്ക് ചിലവഴിക്കാലോ എന്നൊക്കെ പറഞ്ഞാണ് അവൻ ലൂക്കിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ അവനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ലൂക്ക് ഒരു കെണി വെച്ചിരുന്നു. ഒരു കയർ വന്ന് അവൻ്റെ കഴുത്തിൽ ചുറ്റിക്കെട്ടി തൂക്കി വലിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് മാറി നിന്ന് ലൂക്കാണ്. അങ്ങനെ അവനും അവിടെ നിന്ന് മരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആഷ്ലിയെയാണ്. ആഷ്ലിക്ക് ബോധം വരും. അവളെ മൊത്തത്തിൽ വലിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടതാണ് ലൂക്ക്. ആ സമയത്ത് ലൂക്കിൻ്റെ ഫ്രണ്ട്സിനെ ആഷ്ലി സോപ്പിട്ട് അവനോട് അത് അഴിച്ചു തരാൻ പറയാണ്. ആ ഫ്രണ്ട് ആഷ്ലിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവളെ അഴിച്ചു വിടാൻ നോക്കുമ്പോൾ അത് ലൂക്ക കാണും. അവന് ദേഷ്യം വരും. നീ എൻ്റെ പെണ്ണിനെ ഉമ്മ വയ്ക്കും അല്ലേന്നും പറഞ്ഞ് ഒരു ഗണ്ണെടുത്തിട്ട് അവനെ അവിടുന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഫ്രണ്ടാണെന്ന് പോലും നോക്കാതെയാണ് അവൻ അവിടുന്ന് അവനെ കൊല്ലുന്നത്. പിന്നെ ലൂക്ക് ആഷ്ലിയുടെ മേലിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അവനൊരു കത്തി എടുത്തിട്ട് ആഷ്ലിയെ അവിടുന്ന് കഴുത്തറുത്ത് കൊല്ലാണ് ചെയ്യുന്നത്. അവൾ മരിച്ചു എന്ന ഉറപ്പായതോടെ അവന് അവിടെ ഒക്കെ ക്ലീൻ ചെയ്യാണ്. അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാണ്. അവൻ അവൻ്റെ റൂമിൻ്റെ ലോക്കിന്മേൽ പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ മുറുക്കി വെളിയിൽ പോയിട്ട് അവൻ്റെ റൂം പുറത്ത് നിന്ന് പൂട്ടും. എന്നിട്ട് അവൻ വേറൊരു ജനൽ വഴി അവൻ്റെ റൂമിലേക്ക് കയറും. അവന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതേസമയം ലൂക്കിൻ്റെ പേരൻസ് അവിടേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന ഡോറ് തുറന്നപ്പോൾ 4 പേര് മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അത് ഷോക്കായിപ്പോയി. ആ സീന് കണ്ട് അവർ ഷോക്കായിപ്പോയി. അവർ നേരെ പോലീസിനെ വിളിക്കുകയാണ്. അതേസമയം അമ്മ ഓടിപ്പോയി അവൻ്റെ റൂമിലേക്ക് പോയി. ചെന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ അവൻ കിടന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് പോലീസ് വരികയാണ്. അവർ ഇങ്ങനെ ആ 4 പേരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഇതിലൊരാൾക്ക് ജീവനുണ്ടെന്ന് പോലീസുകാർ അവരോട് വന്ന് പറയും. അത് കേട്ടപ്പോൾ ലൂക്കയ്ക്ക് പേടിച്ച് വിറച്ച് അവന് എന്തോ ഒരു അസ്വസ്ഥതയാവും. അവൻ ജനൽ വഴി നോക്കൂ ആർക്കാണ് ഇതിൽ ജീവനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ ആഷ്ലിക്കായിരിക്കും ജീവനുള്ളത്. അവനിങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ സ്വഭാവം മാറും. അവൻ വേഗം പോയി അമ്മയോട് പറയും, ആഷ്ലിയെ നമുക്ക് ഹോസ്പിറ്റൽ പോയിട്ട് കാണാം, അവൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ അവൾക്ക് സംഭവിച്ചതെന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ അവനിങ്ങനെ സംസാരിക്കും. ഇതോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.